കുഞ്ഞുങ്ങൾക്ക് ഈ മാതാപിതാക്കളുടെ ശരീരഗന്ധം അനുഭവിക്കാനുള്ള വഴി വരരുത്. സ്ത്രീ പുരുഷ ബന്ധം നടക്കുന്ന സമയത്ത് ശരീരത്തിൽ നിന്ന് വരുന്ന സ്രവങ്ങളുടെ ഗന്ധം ആ മുറിയിൽ ശരീരത്തുമൊക്കെ ഉണ്ടാകാം. ഇതൊരു കുഞ്ഞിൻ്റെ മൂക്കിലേക്ക് ചെല്ലരുത്. അമ്മയുടെ ശരീരത്തിൽ ലൈംഗികബന്ധത്തിൽ ഉണ്ടാകുന്ന സമയത്തുള്ള ഗന്ധം, അച്ഛൻ്റെ ശരീരത്തിൽ നിന്ന് വരുന്ന ഞാൻ പറഞ്ഞതിൻ്റെ ആന്തരികാർത്ഥം മനസ്സിലായോ? അത് അനുഭവിക്കാൻ ഇടവരരുത്. അത് വലിയ കുഴപ്പമാണ്. ഒരു കുഞ്ഞിൻ്റെ സ്വഭാവത്തെ ഏറ്റവും കൂടുതൽ മാറ്റിമറിക്കും. ഇത് പഴമക്കാർ പറയും. അതുകൊണ്ടാണ് മുതിർന്നവരുടെ കൂടെ കുഞ്ഞുങ്ങളെ ഉറക്കാനായിട്ട് പിന്നീടൊക്കെ വിടുന്നത്. മുലപ്പാൽ കൊടുക്കാൻ മാത്രം എഴുന്നേറ്റ് വരിക എന്നൊക്കെ പറഞ്ഞ് കുറച്ച് നേരം ഉറങ്ങുക, കുഞ്ഞിനെ അമ്മൂമ്മയും അപ്പൂപ്പനും നോക്കട്ടെ. ഇപ്പോൾ അമ്മൂമ്മയും അപ്പൂപ്പനും വൃദ്ധസാധനങ്ങളിലാകുന്നത് കൊണ്ട് ആദ്യം നോക്കാനാണ്. ആ ഒരു സംസ്കാരം മാറി. കുറച്ച് ഇപ്പോൾ ഈ ചിലർ പറയും ഭയം മറ്റുള്ളത് കൊണ്ട് കുറച്ച് വളർന്നതിന് ശേഷം മാറ്റാം എന്ന് പറയും. അതുമല്ല, ഒന്നാമത് കുഞ്ഞിൻ്റെ ഒരു കാക്കക്കേട് മാറുക എന്ന് പറയുന്ന ഒരു സമയമുണ്ട്. കാക്ക പോലും കൊത്താവുന്ന ഒരു പരുവുണ്ട്. അതാ കാക്കക്കേട് മാറുക എന്ന് പറയും. ഈ കാക്കക്കേട് മാറുന്നത് വരെ അമ്മയ്ക്ക് പരമാവധി ലൈംഗികബന്ധങ്ങൾ ഉണ്ടാകാതിരിക്കുക നല്ലത്. ഇതിപ്പോൾ പറഞ്ഞു വെച്ചിരുന്നാൽ ഞങ്ങളുടേതായ സ്ത്രീകളുടേതായ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആളുകൾ പറയും. അല്ല, ഇത് നമ്മളിങ്ങനെ പറയുമ്പോഴേ ആരോടെങ്കിലും ഉപദേശം അയക്ക് വേറെ യാതൊരു ജോലിയില്ല എന്നൊക്കെ പറയും. എക്സ്പ്രഷൻ അങ്ങ് മാറും. ഇതിപ്പോൾ പൊതുവേദി ആയതുകൊണ്ട് എനിക്കിവിടെ പറയാം. പക്ഷേ എൻ്റെ മുമ്പിൽ ഒരു ക്ലയൻ്റായിട്ട് ഒരാൾ എത്തുമ്പോൾ ആ കക്ഷിയോട് നമ്മൾ പറയുന്നതിന് ഇതുണ്ട്. പിന്നെ അവർ നടന്നങ്ങ് പറയും നമ്മൾ ശരിയല്ല, നമ്മൾ കണ്ടോ അയാൾ ആവശ്യമില്ലാത്തൊക്കെ ഉപദേശിച്ചു എന്ന് പറയും. എന്ന് വെച്ചാൽ അവരെ തിരുത്താൻ ശ്രമിക്കുന്നത് അവരുടേതായ സ്വഭാവ ദൂഷ്യങ്ങൾക്ക് അപ്പുറത്തേക്കുള്ള ഒരു വഴിയിലേക്കാണെങ്കിൽ അവർക്ക് ദേഷ്യം വരും. ഇതിപ്പോ ശരിക്കും ഓരോരുത്തരും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല, സമ്പൂർണ്ണ ജാതകം 75 പേജുകൾ അടങ്ങുന്ന സമ്പൂർണ്ണ ജാതകം 250 രൂപയ്ക്ക് ഇനി നിങ്ങളുടെ കൈകളിലേക്ക്. അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക.